ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല, അതിന് മുന്നേ തന്നെ പ്രചരണം ആരംഭിക്കാൻ പറ്റി. ആദ്യഘട്ടം എങ്ങനെയാണ് ഒരു പ്രചരണത്തിൻ്റെ സ്വഭാവം? പ്രചരണം കഴിയുന്നത്ര ആളുകളെ കാണാൻ നോക്കും. ഒരു പാർലമെൻറ്റ് മണ്ഡല സ്ഥാനാർത്ഥിക്ക് മുഴുവൻ വോട്ടർമാരെയും കാണാൻ കഴിയില്ല, എത്ര ശ്രമിച്ചാലും. പരമാവധി ആളുകളെ കാണാൻ ശ്രമിക്കുക. പിന്നെ പ്രധാനമായും രാഷ്ട്രീയമായാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. ആ രാഷ്ട്രീയ പ്രചരണം ജനങ്ങളിൽ എത്തിക്കാനാണ്. അതിനുള്ള സംവിധാനങ്ങൾ, പരിപാടികൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏർപ്പെടുത്തി. കോഴിക്കോടിനെ സംബന്ധിച്ച് 7 നിയോജക മണ്ഡലങ്ങളിൽ 6 LDF ഭരിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആ രീതിയിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അങ്ങനെയല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാറുള്ളത്. എല്ലാ കീഴ്വഴക്കങ്ങളും ഇത്തവണ തിരുത്തപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ കോൺഗ്രസ്സിന് കഴിയില്ല എന്നവർ തെളിയിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ഹിമാചൽ പ്രദേശിൽ ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച് 8 ആളാ കൂറുമാറിയത്. ആരൊക്കെയാണ് ക്യൂ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് ജനങ്ങൾ കാണുകയാണല്ലോ. ജനങ്ങൾ ഭയപ്പാടിലാണ്. നമ്മളെ ഭരണഘടന തകർക്കപ്പെടുമോ, മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഭയപ്പാടിലാണ്. അതേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പ്രശ്നമല്ല, ജനങ്ങളുടെ പ്രശ്നം. തൊഴിലാളികൾ, കൃഷിക്കാർ ഇവരെല്ലാം കടുത്ത പ്രയാസത്തിലാണ്. കേന്ദ്രത്തിലൊരു BJP ഇതര സർക്കാർ വരികയാണെങ്കിൽ അത് നയിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കില്ല എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. അത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കാൻ പറ്റും. ആരാണ് കൂടുതൽ സീറ്റ് നേടി വരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് വലിയ പാർട്ടിയാകുമ്പോഴും ദേവഗൗഡ, IK ഗുജറാൾ ഇവരൊക്കെ പ്രധാനമന്ത്രിമാരായിട്ടും VP സിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കാൻ പറ്റും. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയൊരു വോട്ടെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ആ രീതിയിലുള്ളൊരു പ്രചരണം ഉണ്ടാവും എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. അത് ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം രാഹുൽ ഗാന്ധി അതെല്ലാം നഷ്ടപ്പെടുത്തി, കോൺഗ്രസും നഷ്ടപ്പെടുത്തി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെറ്റിദ്ധാരണ ഇത്തവണ ഉണ്ടാവാൻ ഒരു വഴിയില്ല. ഒരു ചോദ്യം കൂടി, ഇപ്പോൾ മുൻ മന്ത്രി കൂടി ഉണ്ട്. INL ഒരു വിഭാഗം ആളുകൾ കോഴിക്കോട് വേറെ രീതിയിൽ മത്സരിക്കുന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിന് ഒന്ന് സമവായത്തിലെത്തിക്കാൻ പറ്റും? ഒരു പ്രശ്നമില്ല. എല്ലാവരും LDFൻ്റെ ഭാഗം തന്നെ. ഒരുമിച്ച് നിർത്തും. അങ്ങനെ 2 ഭാഗമില്ല. INL ഉള്ളു. എല്ലാവരും ചേർത്ത് നിലപാടാണ് എക്കാലവും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ശിക്ഷണ നടപടികൾ എല്ലാ പാർട്ടികളും സ്വീകരിക്കാറുണ്ട്, അതുപോലെ INL സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ചേർത്ത് മുമ്പോട്ട് പോകും. തീർച്ചയായിട്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം വരെയും കോഴിക്കോട് വളരെ നേരത്തെയാണ് ശരിക്കും പ്രചരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം എന്ന് പറയുന്നത്.